റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 3-ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ മറ്റൊരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് വന്ന ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ്. താഴെ 6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഇവിടെ ഇടത് സൈഡിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓരോ ചോദ്യത്തിൻ്റെ നേരെ അതിൻ്റെ ഉത്തരങ്ങൾ എടുത്ത് എഴുതുക. ഇവിടെ ഓപ്ഷനുകൾ എന്തൊക്കെയാണ്? അല്ല, സുന്നത്ത്, ഔറത്ത് മറക്കൽ, തൂങ്ങിയ ഉറക്കം, അല്ലേ, ഉറങ്ങി തൂങ്ങുക, പിന്നെ ഇടത്, മഗ്രിബ്. ഇതൊക്കെയാണ് ഓപ്ഷനുകൾ വന്നിട്ടുള്ളത്. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിന് നല്ല വസ്ത്രം ധരിക്കൽ. നിസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കൽ എന്താണ്? അത് സുന്നത്താണ്, അല്ലേ. നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് നിസ്കാരം എങ്ങനെ മനോഹരമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് സുന്നത്താണ്. രണ്ടാമത്തത്, നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടത് ഏതാണ്? 5 ഷർത്താണുള്ളത്. പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക, നജസിൽ നിന്ന് ശുദ്ധിയാവുക, ഔറത്ത് മറക്കുക എന്നുണ്ട് മൂന്നാമതായിട്ട്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എൻ്റെ ആൻസർ, ഔറത്ത് മറക്കൽ. ഔറത്ത് മറക്കലാണ് ഇവിടെ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എഴുതാം. മൂന്നാമത്തത് എന്താ? മത്സ്യത്തിൻ്റെ ശവം നജസാണോ? മത്സ്യത്തിൻ്റെ ശവം നജസാണോ? അല്ല. മത്സ്യത്തിൻ്റെ ശവം നജസാണെങ്കിൽ നമുക്കൊന്ന് ഭക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മൂന്നാമത്തെ എൻ്റെ ഉത്തരം അല്ല എന്നുള്ളതാണ്. 3 ശവങ്ങൾ നജസാണ്, പക്ഷേ 3 ശവങ്ങൾ നജസല്ല. അതിലൊന്ന് മനുഷ്യൻ, മറ്റൊന്ന് മത്സ്യം, മറ്റൊന്ന് ജറാദ്, അല്ലേ. അപ്പോൾ മത്സ്യത്തിൻ്റെ ശവം നജസല്ല. 4, സൂര്യൻ അസ്തമിച്ച ഉടനെ നിർവഹിക്കണം. സൂര്യൻ അസ്തമിച്ച ഉടനെ നിസ്കരിക്കേണ്ട ആ നിസ്കാരം ഏതാണ്? ഇതാണത്, മഗ്രിബ്. സൂര്യൻ അസ്തമിച്ച ഉടനെയുള്ള നമ്മൾ മഗ്രിബ് നിസ്കരിക്കാറ്. അപ്പോൾ മഗ്രിബാണ് അതിൻ്റെ ആൻസർ. 5-ാമത്തെ ചോദ്യം എന്താ? വുളൂ മുറിയാത്ത അവസ്ഥ. വുളൂ മുറിയാത്ത അവസ്ഥ ഇതാണ് അതിൻ്റെ ആൻസർ. തൂങ്ങിയ ഉറക്കം. നമ്മൾ ഉറങ്ങി തൂങ്ങുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഉറങ്ങി തൂങ്ങിയ വുളൂ മുറിയില്ല, തൂങ്ങിയ ഉറക്കത്തിൽ വുളൂ മുറിയില്ല. കറക്റ്റ് ഉറങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്യും? വുളൂ മുറിയും. ഇവിടെ തൂങ്ങിയ ഉറക്കം എന്നെഴുതാം. ഇനി 6-ാമത്തത്, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ വെക്കേണ്ട കാല്. വിസർജന സ്ഥലത്തേക്ക്, ടോയ്ലറ്റിക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ വെക്കേണ്ട കാലേതാ? ഇതാണ് അതിൻ്റെ ആൻസർ, ഇടത് കാലാണ്. അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ ഇടത് കാല് വെക്കണം, പുറത്തിറങ്ങുമ്പോൾ വലത് കാല് വെക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ, ഇടത്. ഇനി 2-ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. പൂർത്തിയാക്കാമെന്നാണ്. താഴെ 6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ അവസാന ഭാഗം അവിടെ വിട്ടുപോയിട്ടുണ്ട്, അത് പൂർത്തീകരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിലെ 1-ാമത്തെ ചോദ്യം നോക്കൂ. ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ മനസ്സിൽ വരും. നിസ്കാരം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിലോ ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിലും നിസ്കാരം എന്നാണ് ആൻസർ. 2, കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ്. കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണെന്ത്? വലിയ അശുദ്ധി എന്നല്ല പറയാം, വലിയ അശുദ്ധി. കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി. വുളൂ നിർബന്ധമാകുന്ന അവസ്ഥ അതാണ് ചെറിയ അശുദ്ധി, അല്ലേ. ഇനി 3-ാമത്തത്, ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നാം എല്ലാവരും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ്. ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. 4-ാമത്തത്, നജസ്സുകളുടെ നിറം, മണം, രുചി ഇവ നീങ്ങുന്നത് വരെ കഴുകണം എന്നല്ലേ.
മുത്തവസ്സിത്തായ നജസ്സുകളാണെങ്കിൽ ആ നജസ്സുകൾ നിറം, മണം, രുചി ഇവ നീങ്ങുന്നത് വരെ കഴുകണം എന്നാണ് അവിടെ ചേർക്കേണ്ടത്. അഞ്ചാമത്തത് അശുദ്ധികളെ നീക്കാനും നജസ്സുകളെ ഉയർത്താനും തുഹൂറായ എന്ത് വേണം? അശുദ്ധികളെ നീക്കാൻ, അതേപോലെ നജസ്സുകളെ ഉയർത്താൻ. തിരിച്ചും പറയാം, അശുദ്ധികളെ ഉയർത്താനും നജസ്സുകളെ നീക്കാനും, അങ്ങനെയാണ് വേണ്ടത്. ഇവിടെ തിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അശുദ്ധികളെ ഉയർത്താനും നജസ്സുകളെ നീക്കാനും തുഹൂറായ വെള്ളം വേണം എന്നാണ്. വെള്ളം വേണം. അപ്പം അങ്ങനെ എഴുതാം. ആറാമത്തത് പുരുഷൻ പട്ട് ധരിക്കൽ. പട്ട് വസ്ത്രം ഉണ്ടല്ലോ, അത് പുരുഷൻ ധരിക്കൽ എന്താണ്? ഹറാമാണ്. പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമാണ്. അത് നമുക്കങ്ങനെ പൂർത്തിയാക്കാം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. ഉത്തരം എഴുതാം എന്താണ്? ഒന്നാമത്തെ ചോദ്യം, തുമനീനത്ത് എന്നാൽ എന്ത്? തുമനീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അനക്കം അടങ്ങൽ എന്ന് എഴുതിച്ച പോരാ. ഇവിടെ പിന്നെ അതിൻ്റെ ഡെഫിനിഷനാണ് എഴുതേണ്ടത്. എന്താണ് എന്നാണ് എഴുതേണ്ടത്, അർത്ഥമല്ല. ചില കുട്ടികൾ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ അർത്ഥം എഴുതിയേക്കണതാണ്. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇതിൻ്റെ ആൻസർ റുക്കൂഴ്, ഇത്തിദാല്, സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കമടങ്ങൽ. അങ്ങനെ എഴുതിയാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. റുക്കൂഴ്, ഇത്തിദാല്, സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കം അടങ്ങൽ. രണ്ടാമത്തത് സുബ്ഹ് ബാങ്കിൽ ഹൈ അലാത്തുകൾക്കു ശേഷം പറയേണ്ടത്. സുബ്ഹി ബാങ്കാണ്. ഹൈ അലാത്തുകൾ പറഞ്ഞാൽ ഹയ്യാല സ്വല എന്ന് 2 വട്ടം, അതേപോലെ ഹയ്യാലൽ ഫല അത് 2 വട്ടം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് പറയേണ്ടത്? നമുക്കൊക്കെ അറിയാം, അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്നാണ്. സുബ്ഹി ബാങ്കിൽ പ്രത്യേകമായിട്ട് പറയേണ്ടതാണല്ലോ, അസ്വലാത്തു ഖൈറും മിനൻ നൗം. അങ്ങനെ എഴുതാം. പിന്നെ മൂന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൻ്റെ ഫർളുകൾ എത്ര? നിസ്കാരത്തിൻ്റെ ഫർളുകൾ എത്രയാണ്? 14 നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 എന്നിങ്ങനെ അക്ഷരത്തിൽ എഴുതാം, അല്ലെങ്കിൽ 14 എന്നിങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതരുത്, ഇങ്ങനെ എഴുതിയാൽ 41 അപ്പോൾ അക്കെ എഴുതുമ്പോൾ ഒന്നും കൂടി നല്ലോണം ശ്രദ്ധിക്കണം എന്നർത്ഥം. 14 ഇതാണ് ശരി. ഏറ്റവും ബെറ്റർ അക്ഷരത്തിൽ എഴുതാണെന്ന് പിന്നെ ഡൗട്ട് വരില്ലല്ലോ. നാലാമത്തത് മഗ്രിബ് നിസ്കാരത്തിൻ്റെ സമയം എഴുതുക. മഗ്രിബ് നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ അസ്തമിച്ചാലാണ് നമ്മൾ അതിൻ്റെ ആ സമയം തുടങ്ങുക. അപ്പോൾ സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുവന്ന ശോഭമായുന്നത് വരെ എന്നാണ്. സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുവന്ന ശോഭമായുന്നത് വരെ. ഓരോ നിസ്കാരങ്ങളുടെ സമയമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒക്കെ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അഞ്ചാമത്തത് വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം? ഉളു കൊടുക്കുമ്പോൾ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങളുണ്ട്, കഴുകേണ്ട അവയവങ്ങളൊക്കെ ഉണ്ട്. അല്ല, കഴുകേണ്ടത് പറഞ്ഞാൽ കഴുകി വെള്ളം ഒലിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ തടവേണ്ട അവയവങ്ങളുണ്ട്. തടവേണ്ടത് നമുക്കറിയാം ഏതൊക്കെ, തല തടവൽ, അതേപോലെ ചെവി രണ്ടും, ഇതൊക്കെ തടവലാണ്. എന്നാൽ കഴുകേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മുഖമാണ്, മുഖം കഴുകണം. പിന്നെ കഴുകേണ്ടത് എന്താണ്? കൈ രണ്ടും, അല്ലേ? കൈ രണ്ടും കഴുകണം. കൈ രണ്ടും, ഇനി കൈ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, അപ്പോഴും ആൻസർ തന്നെയാണ് കൈ രണ്ടും. അതേപോലെ തന്നെ കാല് രണ്ടും. അപ്പോൾ അത് 3 എഴുതേണ്ടത്. മുഖം, കൈ, കാൽ അങ്ങനെ എഴുതിയാലും മതി. ഇനി നാലാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം എന്നാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ നിസ്കാരത്തിൻ്റെ ഫർളുണ്ട്, നിസ്കാരത്തിൻ്റെ കറാഹത്തുണ്ട്, നിസ്കാരം ബാത്തിലാകുന്നതുണ്ട്. അപ്പോൾ ഓരോന്നും വായിച്ച് നോക്കിയിട്ട് ഏതൊക്കെയാണോ യോജിക്കുന്നത് അത് ഇങ്ങനെ താഴേക്ക് എഴുതി വേർതിരിച്ച് എഴുതാനാണ്. ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? കഴിവുള്ളവൻ നിൽക്കൽ, ഫർളുകളിൽ വല്ലതും ഒഴിവാക്കൽ, തുടർച്ചയായി 3 തവണ അനങ്ങൽ, തല ചുമൽ തുറന്നിടൽ, 1-ാം സലാം വീട്ടൽ, മക്ബറയിൽ വെച്ച് നിസ്കരിക്കൽ. ഇതൊക്കെ ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തത് കഴിവുള്ളവൻ നിൽക്കലാണ്. കഴിവുള്ളവൻ നിൽക്കൽ, അൽ ഖിയാം, അല്ലേ? കഴിവുള്ളവൻ നിൽക്കൽ അതെന്താണ്? നിസ്കാരത്തിൻ്റെ ഫർളിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ 3-ാമത്തെ ഫർളാണത്. അപ്പോൾ അത് ഇവിടേക്ക് ഫർള് എന്നുള്ള കോളത്തിലേക്ക് എഴുതാം. കഴിവുള്ളവൻ നിൽക്കൽ. ഇങ്ങനെ എഴുതാനും അല്ലെങ്കിൽ ഈ 2 വീതം എഴുതാം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനത്തെ ചോദ്യം വരാറുണ്ട്. കഴിവുള്ളവൻ നിൽക്കൽ. പിന്നെ അടുത്തത്, അപ്പോൾ ഇത് കഴിഞ്ഞു. കഴിവുള്ളവൻ നിൽക്കൽ ഫർളാണ്. പിന്നെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കൽ. ഫർളുകളിൽ വല്ലതും ഒഴിവാക്കിയ നിസ്കാരം ബാത്തിലാകും.
അപ്പോൾ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കൽ എന്താണ്? അത് നിസ്കാരം ബാത്തിലാകുന്നതാണ്. അപ്പോൾ അത് അവിടേക്ക് എഴുതാം. ഫർളുകളിൽ വല്ലതും ഒഴിവാക്കൽ എന്താണ്? നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. ഇനി അടുത്തത് എന്താണ്? തുടർച്ചയായി 3 തവണ അനങ്ങൽ. തുടർച്ചയായി 3 തവണ അനങ്ങൽ അതും എന്താണ്? നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. അപ്പോൾ അത് അവിടെ തന്നെ എഴുതാം. തുടർച്ചയായി 3 തവണ അനങ്ങൽ അതും നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. ഇനി തല ചുമൽ തുറന്നിടൽ. തല ചുമൽ തുറന്നിടൽ എന്താണ്? അത് നിസ്കാരത്തിൻ്റെ കറാഹത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് താഴേക്ക് എഴുതാം. തല ചുമൽ തുറന്നിടൽ. തല ചുമൽ തുറന്നിടൽ നിസ്കാരത്തിൻ്റെ കറാഹത്തിലെ ആ കോളത്തിലേക്ക് എഴുതുക. അപ്പോൾ അത് കറാഹത്താണ്. ഇനി അടുത്തത് 1-ാം സലാം വീട്ടൽ. 1-ാം സലാം വീട്ടൽ എന്താണ്? അത് നിസ്കാരത്തിൻ്റെ ഫർളാണല്ലേ. അപ്പോൾ അത് ഫർളിൻ്റെ ഭാഗത്തേക്ക് എഴുതുക. 1-ാം സലാം വീട്ടൽ. 1-ാം സലാം വീട്ടൽ അത് നിസ്കാരത്തിൻ്റെ ഫർളാണ്. പിന്നെ അടുത്തത് മക്ബറയിൽ വെച്ച് നിസ്കരിക്കൽ. മക്ബറയിൽ വെച്ച് നിസ്കരിക്കൽ എന്താ? നിസ്കാരത്തിൻ്റെ കറാഹത്താണ്. അപ്പോൾ കറാഹത്ത് എന്നുള്ള കുളത്തിലേക്ക് അത് എഴുതാം. മക്ബറയിൽ വെച്ച് നിസ്കരിക്കൽ കറാഹത്തിൻ്റെ കുളത്തിലേക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഫർളുകൾ ഇതിലേതൊക്കെയാണ്? അത് പിന്നെ കഴിവുള്ളവൻ നിൽക്കലാണ്. കഴിവുള്ളവൻ നിൽക്കലും 1-ാം സലാം വീട്ടലുമാണ് നിസ്കാരത്തിൻ്റെ ഫർളുകളിൽപ്പെട്ട കാര്യം. പിന്നെ നിസ്കാരത്തിൻ്റെ കറാഹത്തിൽപ്പെട്ടത് തല ചുമൽ തുറന്നിടൽ, മക്ബറയിൽ വെച്ച് നിസ്കരിക്കൽ അതാണ് നിസ്കാരത്തിൻ്റെ കറാഹത്തിൽപ്പെട്ട കാര്യം. പിന്നെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെ? ഫർളുകളിൽ വല്ലതും ഒഴിവാക്കൽ, തുടർച്ചയായി 3 തവണ അനങ്ങൽ ഇതൊക്കെയാണ് നിസ്കാരം ബാത്തിലാകുന്ന കാര്യം. അപ്പം നമുക്കങ്ങനെ വേർതിരിച്ചെഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റി 5-ാമത്തത് ശരിയായ വിധി എഴുതാനാണ്. 4 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിലിവിടെ 2 ചോയ്സ് വിധികൾ തന്നെ 2 ചോയ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ശരി ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം. 1-ാമത്തെ ചോദ്യം തലയിൽ നിന്ന് അല്പം തടവൽ. തലയിൽ നിന്ന് അല്പം തടവൽ ഇത് വുളൂഇൻ്റെ ഫർളാണോ സുന്നത്താണോ? അത് ഫർളാണ്. തലയിൽ നിന്ന് അല്പം തടവൽ ഫർളാണ്. തല മുഴുവൻ തടവൽ സുന്നത്താണ് അല്ലേ. അപ്പോൾ അല്പം തടവലായതുകൊണ്ട് ഫർള് നമ്മൾ ടിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വന്നാൽ എഴുതാനുണ്ടെങ്കിൽ എഴുതുക, ടിക്ക് ചെയ്യാനാണെങ്കിൽ ടിക്ക് ചെയ്യുക. ഇവിടെ എഴുതാൻ വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എഴുതാം. ടിക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നും കൂടി കാണിച്ചു തരുന്നു എന്ന് മാത്രം. 2-ാമത്തത് ഇറുകിയ വസ്ത്രം സ്ത്രീകൾ ധരിക്കൽ. ഇറുകിയ അല്ല ടൈറ്റുള്ള വസ്ത്രം സ്ത്രീകൾ ധരിക്കൽ അതെന്താണ്? കറാഹത്താണ്. അപ്പോൾ അതിവിടെ കറാഹത്ത് എന്ന് എഴുതാം. ഇറുകിയ വസ്ത്രം സ്ത്രീകൾ ധരിക്കൽ കറാഹത്ത്, പുരുഷന്മാർക്ക് നല്ലതല്ല. പിന്നെ 3-ാമത്തത് പുരുഷൻ പട്ട് ധരിക്കൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമാണ്. അപ്പോൾ ഹറാം എന്ന് എഴുതാം ഇവിടെ ഉണ്ട്. അടുത്തത് 4-ാമത്തത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണം അല്ലേ. അതെന്താണ്? ഹലാലാണോ ഫർളാണോ? ഫർളാണ്. അത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിസ്കാരത്തിൻ്റെ 4-ാമത്തെ ഫർളാണ്. അപ്പോൾ വിധികൾ നമുക്കിങ്ങനെ എഴുതാം. 6-ാമത്തെ ഒരു ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടൊരു 3 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിൽ 1-ാമത്തെ ചോദ്യം സ്വദഖ്ത ഡാഷ്. സ്വദഖ്ത വ ബരിർത്ത എന്നാണ്. സ്വദഖ്ത വ ബരിർത്ത അതിപ്പോൾ എന്താണ്? നമ്മൾ സുബ്ഹി ബാങ്കിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിന് ഇജാബത്ത് കൊടുക്കേണ്ടതാണ് സ്വദഖ്ത വ ബരിർത്ത എന്നുള്ളത്. 2 അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി. നമുക്കൊക്കെ അറിയാം, നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടതാണല്ലേ. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസി. 3-ാമത്തത് റുക്കൂഅ്. റുക്കൂഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡാഷ് എത്തും വിധം ഡാഷ് എന്നാണ്. ഇപ്പോൾ റുക്കൂഅ് എന്നാൽ എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് പൂരിപ്പിക്കാൻ സാധിക്കും. 2 ഉള്ളം കൈകൾ എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. ഫസ്റ്റ് 2 ഉള്ളം കൈകൾ. പിന്നെ 2 കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? കാൽമുട്ടിൽ എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. കാൽമുട്ടിൽ. അപ്പം എന്തായി? 2 ഉള്ളം കൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം എന്ത് ചെയ്യുക? കുനിയൽ. കുനിയൽ. റുക്കൂഅ് എന്ന് പറഞ്ഞാൽ 2 ഉള്ളം കൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയൽ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.